ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബിനിത എഴുതിയിരിക്കുന്ന ഒരു മെലിക്കടക്കം. മാഡം, എൻ്റെ പേര് ബിനിത. യഥാർത്ഥ പേരല്ല. എനിക്കിപ്പോൾ 28 വയസ്സുണ്ട്. എൻ്റെ ലൈഫ് കുറച്ച് മിസ്റ്ററി നിറഞ്ഞതാണ്. എൻ്റെ അമ്മ വലിയ പാരമ്പര്യമുള്ള തറവാട്ടിലെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഇഷ്ടപ്പെട്ട ഒരാളെ, അതും ആ കുടുംബത്തിന് ഒട്ടും ചേരാത്ത ഒരാളെ പ്രേമിച്ച് ആ വീട്ടിൽ നിന്നും ചാടിപ്പോയതാണ്. ഒരു കുട്ടിയുണ്ടായി, അതായത് ഞാൻ ഉണ്ടായിക്കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛൻ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. ഞങ്ങൾ അനാഥരായി. വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് തിരിച്ച് പോകാനും പറ്റില്ല, ജോലിയൊന്നും അറിയുകയുമില്ല. പക്ഷേ ഞങ്ങൾ താമസിച്ചതിനടുത്ത് ഒരാശ്രമം പോലെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു സാമയുണ്ട്. അമ്മ അവസാനം ആ സാമയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അവർ ഞങ്ങൾക്ക് ആ വാടക വീട്ടിൽ കഴിയാനുള്ള വാടകയും ചെലവിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തരാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി. പിന്നെ ആ ഒരു ആശ്രമത്തിന് 1-2 സ്ഥാപനങ്ങളുണ്ട്. അവിടെ അമ്മയ്ക്ക് ജോലി കൊടുത്തു. അത് ചെറിയ പൈസ കിട്ടുന്നൊരു ജോലിയാണെങ്കിലും അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാക്കി. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെറിയൊരു വീടും 5 സെൻറ്റ് സ്ഥലവും ആ ഒരു ആശ്രമത്തിൻ്റെ പുറകിലായി ഞങ്ങൾക്ക് വാങ്ങിത്തന്നു. പിന്നീട് ഞങ്ങൾ അവിടെയായിരുന്നു താമസം. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. പുറമേ വളരെ സാത്വികനായി തോന്നുന്ന ആ സ്വാമി രാത്രി 12 മണിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് വരും. പണ്ട് ഞങ്ങൾ വാടക വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ വരില്ലായിരുന്നു. സ്വാമിയും അമ്മയും കൂടി ഏകദേശം രാത്രി 12 മണി മുതൽ വെളുപ്പിനെ 4 മണി വരെ ഒന്നിച്ച് കഴിയും. അത് കഴിഞ്ഞ ശേഷം പുള്ളി 5 മണിക്ക് മുമ്പേ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ തുടങ്ങി വയ്ക്കും. അങ്ങനെയാണ് ഞാനിത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോള് ആരോടും ഇതൊന്നും പറയരുത്. ഞാൻ പറഞ്ഞു, അല്ല, നമ്മൾ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഇദ്ദേഹം വന്നിട്ടില്ലല്ലോ. മോളെ, അവിടേക്ക് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. സന്യാസിമാർക്ക് ഇതൊന്നും പാടില്ല എന്നാണ് പൊതുവെയുള്ള ചിന്ത. പക്ഷെ പുള്ളി അങ്ങനെയുള്ള ആളല്ല. പുള്ളിക്ക് എല്ലാത്തിനോടും ഇഷ്ടമുണ്ട്. അല്ല, അമ്മയും അങ്ങേരും തമ്മിൽ ഒത്തിരി പ്രായവ്യത്യാസമില്ലേ? അമ്മയും അങ്ങേർക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? അപ്പോൾ അമ്മ ഒന്നുകൂടി സ്വരം താഴ്ത്തി പറഞ്ഞു, ഇത് കല്യാണം കഴിക്കൊന്നുമല്ല, പരസ്പരം ഒരു സഹായം മാത്രമാണ്. മോൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാകില്ല. പിന്നീട് ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം. പക്ഷേ ഇപ്പോൾ ഇത് ആരോടും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാം നഷ്ടപ്പെടും. ഈ വീട്ടിൽ നിന്നും നമ്മൾ ഇറക്കിവിടും. അദ്ദേഹം വരുന്നത് മോള് എന്ത് പറ്റിയെന്ന് പറഞ്ഞാലും ആരോടും പറയരുത്. ഇത് വലിയൊരു രഹസ്യമാണ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം. അങ്ങനെ അമ്മ പറഞ്ഞ് എന്നെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. അന്നത്തെ കാലത്ത് എന്തോ ഒരു കുഴപ്പമാണെന്ന് എനിക്കറിയാമെങ്കിലും ഇത് എന്തൊക്കെയാണെന്നുള്ളത് വലിയ പിടിയില്ലായിരുന്നു മാഡം. പക്ഷേ 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും എനിക്ക് കാര്യം മനസ്സിലായി. നമുക്ക് എല്ലാ കാര്യങ്ങളും തരുന്നതും എല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നതും അദ്ദേഹമാണ്. അതിനുള്ള പ്രതിഫലമായിട്ടാണ് അമ്മ അദ്ദേഹത്തെ ഉപചരിക്കുന്നത്. എനിക്കിത് ആലോചിച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ അമ്മ ഒരു സുന്ദരിയാണ്, പ്രായവും കുറവാണ്. ഇങ്ങനെ വലിയൊരു കിളവനല്ലേ. ഇങ്ങനെയും അമ്മയും തമ്മിലുള്ള ബന്ധം എനിക്ക് അത്ര ദഹിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനങ്ങ് സഹിച്ചു. എങ്കിലും ഞാൻ ഇടയ്ക്ക് ഒരു 10ാം ക്ലാസ്സൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഒളിഞ്ഞു നോക്കുമായിരുന്നു അതിനുള്ളിൽ എന്താണെന്ന്. പല സമയത്തും ഇരുട്ടായിരുന്നു, അതുകൊണ്ട് കൂടുതലൊന്നും കാണാൻ സാധിച്ചില്ല. പക്ഷേ ചില സമയത്ത് വെളിച്ചമുള്ളപ്പോൾ കണ്ട കാഴ്ച എന്നെ അമ്പരപ്പിച്ചു. എൻ്റെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ലെന്നും അയാൾ അമ്മയ്ക്ക് വേണ്ടി ഒത്തിരി പൂജാമന്ത്രങ്ങൾ ഉരുവിടുമെന്നും എനിക്ക് മനസ്സിലായി. സ്ത്രീ ആയിക്കഴിഞ്ഞാൽ, അതും സൗന്ദര്യമുള്ള സ്ത്രീ ആയിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നിനും എങ്ങും പരതേണ്ട കാര്യമില്ല. ആണുങ്ങൾ എല്ലാത്തിനും തയ്യാറായി വരും. നമുക്ക് വിശ്രമജീവിതമാണെങ്കിൽ പോലും അവർ വാരിക്കോരി തരുമെന്ന് എനിക്ക് തോന്നിപ്പോയി മാഡം. ഒളിഞ്ഞു നോക്കുന്ന പരിപാടി പിന്നീട് ഞാനിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അതെനിക്ക് വളരെ ഇമ്പമായി തോന്നി. പിന്നെ എൻ്റെ അമ്മയുടെ സൗന്ദര്യം അതും എന്നെ അത്ഭുതപ്പെടുത്തി. ഓരോ വർഷം കൂടുന്തോറും അമ്മ വല്ലാതെ സുന്ദരിയായി വരികയാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ കൈകറക്കലുകളൊക്കെ ഞാൻ തുടങ്ങിയത് ഒരു +2 മുതലാണ്. എങ്കിലും അമ്മ ഈ ബന്ധം എത്രത്തോളം ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അമ്മ തിരിച്ച് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
അമ്മ അയാൾക്ക് വേണ്ടി വിധേയയാകുക മാത്രമായിരുന്നു. അതമ്മയ്ക്ക് പ്രശ്നവുമല്ലെന്ന് എനിക്ക് തോന്നി. ഞാനായിരുന്നെങ്കിലും അത് വലിയ ചടങ്ങുള്ള കാര്യമല്ലെന്ന് എനിക്കും തോന്നിപ്പോയി. ഇനിയിപ്പോൾ ആ കിളവൻ എൻ്റെ അടുത്തേക്ക് വന്നെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ഉള്ളൂ, അതൊക്കെ സഹിച്ച് 1, 2, 3, 4 മണിക്കൂർ മുന്നോട്ട് പോകാൻ വലിയ പ്രശ്നമില്ലെന്ന് എനിക്കും തോന്നിയിരുന്നു. +2 വരെ അമ്മ എന്നോട് ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മ എന്നോട് പറഞ്ഞു, നിനക്ക് പ്രായപൂർത്തിയായി, ഇനിയിപ്പം നിനക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, നമുക്ക് മനസ്സ് തുറന്ന് സംസാരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോഴാണ് ഞാൻ ഈ ബന്ധം എങ്ങനെയാണ് അമ്മ സഹിക്കുന്നത് എന്നൊക്കെ ചോദിച്ചത്. അതിനു മുമ്പ് വരെ അമ്മ എന്നോട് പറഞ്ഞത് പ്രായപൂർത്തിയാകുമ്പോൾ മാത്രം ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ വിശദമാക്കി തരാം എന്ന് മാത്രമാണ്. എന്തായാലും അമ്മയും ഞാനും പല കാര്യങ്ങളും പറഞ്ഞ് നിലനിൽപ്പിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാമിയുമായുള്ള ബന്ധമുണ്ടാക്കിയെന്നൊക്കെ അമ്മ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. ഞാൻ ഒളിഞ്ഞു നോക്കുന്ന കാര്യമൊന്നും അമ്മയോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് അതറിയാമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും അമ്മ അതിനെക്കുറിച്ച് ചോദിച്ചില്ല. ഒരു ദിവസം അമ്മ എന്നോട് ചോദിച്ചു, നിനക്കാരുടെങ്കിലും പ്രേമമുണ്ടോ? ഏതെങ്കിലും ചെക്കന്മാരുടെ കൂടെ നീ കറങ്ങാൻ പോകാറുണ്ടോ കോളേജിൽ നിന്ന്? ഞാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നും പോകാറില്ല, എനിക്കാരോട് ഇതിന് പ്രേമം തോന്നിയിട്ടില്ല. തോന്നുകയാണെങ്കിൽ ഞാൻ അമ്മയോട് ആദ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ കന്യകയാണല്ലേ എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ ഡൗട്ട്? അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോളെ, ഈ സാമിയില്ലേ, പുള്ളിക്ക് പ്രത്യേക ചില ആരാധന രീതികളുണ്ട്. ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് നിന്നെ ആവശ്യമുണ്ട്, കന്യാപൂജ. അത് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയോ ശക്തികൾ കിട്ടുമെന്നാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ദിവസം രാത്രി നീ ഒരു ദിവസം മുഴുവനും അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. അത് കേട്ടപ്പോൾ എനിക്ക് പേടി തോന്നി. അമ്മേ, വല്ല പ്രശ്നങ്ങളുമാകുമോ? ചില ആൾക്കാർ ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് മനുഷ്യർക്ക് പ്രശ്നമുണ്ടാക്കുമെന്ന്. ഇതൊന്നുമല്ല, ഇത് നല്ല പൂജ തന്നെയാണെന്നാണ് തോന്നുന്നത്. അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നേ? ഇതിനൊക്കെ പോയി ജീവൻ പോലും പോയ കഥകൾ നമ്മൾ കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, എടി, ഇതങ്ങനൊന്നുമല്ല, ഇതല്ലാത്തൊരു പൂജയാണ്, ഒരു കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ പുറത്ത് തന്നെ കാണും, നിനക്കൊരു പ്രശ്നം ഉണ്ടാകില്ല. ഒരു രാത്രി മാത്രം, പിന്നെ അദ്ദേഹം നിന്നോട് അടുത്ത് പെരുമാറും. അത് നീ ഒരിക്കലും നിരസിക്കരുത്. ആദ്യമായതുകൊണ്ട് നിനക്ക് പല ബുദ്ധിമുട്ടുകളും തോന്നാം, ചില പ്രശ്നങ്ങളൊക്കെ നിനക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം, അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു വന്നത്, ഈ പൂജ കഴിയുമ്പോൾ നീ കന്യകയായി തുടരില്ല, അതുമാത്രമാണ് ഞാൻ പറഞ്ഞത്. സാമി നിന്നോട് അടുത്തിടപഴകും എന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമല്ല, എങ്കിലും നിലനിൽപ്പല്ലേ, അമ്മയോടുള്ള അയാളുടെ സമീപനം എനിക്കറിയാമല്ലോ, അതല്ലേ ഉള്ളൂ ഇതും എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അമ്മ എന്നോട് പറഞ്ഞു, മോളെ, ഈ ഒരു രാത്രി കഴിയുമ്പോഴേക്കും നമുക്ക് 10 ലക്ഷം രൂപയാണ് ബെനിഫിറ്റ്. അതെന്താ അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, നിന്നെ ഈ പൂജയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും നമുക്കൊരു ബെനിഫിറ്റ് വേണ്ടേ? നിന്നെ കല്യാണം കഴിച്ചേക്കേണ്ട ഒരു പെണ്ണല്ലേ, നിന്നെ കെട്ടാൻ വരുന്ന ചെക്കന് പ്രതീക്ഷിക്കുന്ന ഒന്നും യഥാർത്ഥത്തിൽ നിനക്കുണ്ടാകില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു കോമ്പൻസേഷൻ തുക പറയാതെ തന്നെ അദ്ദേഹം ഇങ്ങോട്ട് വന്നു. ഞാൻ 1-2 ലക്ഷമാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ 10 ലക്ഷം രൂപ നിൻ്റെ പേരിൽ പിന്നീട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാൻ വേണ്ടി തരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു പൂജ ഗുണമേ ചെയ്യുള്ളൂ, മോൾ സഹകരിക്കുമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ പറയുന്നത് പോലെ എന്ന്. അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തി. വൈകുന്നേരം 6 മണിയായപ്പോഴേക്കും ഞാൻ ഒരു പൂജാമുറിയിൽ പൂജാപീഠത്തിൽ ഇരുന്നതാണ്. അത് കഴിഞ്ഞ് ഏകദേശം രാത്രി 3 മണിയായപ്പോഴാണ് അവരുടെ പൂജകളൊക്കെ തീരാൻ പരിസമാപ്തിയായത്. ആ സമയത്ത് പീഠത്തിൽ എനിക്ക് ശയിക്കേണ്ടി വന്നു. അപ്പോഴാണ് സാമി എന്നോടടുത്തത്. അയാൾക്ക് അതൊരു ക്ലൈമാക്സിലേക്കുള്ള പോക്കാണെന്ന് എനിക്ക് തോന്നി. പിന്നെ സിനിമയും മറ്റു കാര്യങ്ങളും നേരത്തെയുള്ള പൂജാക്രമങ്ങളൊക്കെ ഞാൻ കണ്ടതാണല്ലോ, അതുകൊണ്ട് അത്ര പേടിയൊന്നും തോന്നിയില്ല. അന്ന് ഞാൻ കന്യകയല്ലാതാക്കപ്പെട്ടു. പക്ഷേ അമ്മയും അയാളും തമ്മിലുള്ള രംഗങ്ങൾ ഒത്തിരി വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ശക്തി ആവാഹിച്ചതുപോലെയായിരുന്നു അയാളുടെ പെരുമാറ്റം. ഒരു കിളവനാണെന്ന് പറയുകയില്ല, ഒരു ക്ഷീണിച്ച അവസ്ഥയാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇത് അങ്ങനെയല്ല, ദേഹത്ത് എന്തോ ആവാഹിച്ചതുപോലെ. അതുകൊണ്ട് എനിക്ക് പല ബുദ്ധിമുട്ടുകളും 1/4 മണിക്കൂറോളം സഹിക്കേണ്ടി വന്നു. എങ്കിലും അത് കഴിഞ്ഞുള്ള ജീവിതം ശോഭനമാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കടമ്പ കടന്നു. മാഡം, പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് നടക്കാൻ വയ്യായിരുന്നു. 3-4 ദിവസത്തേക്ക് എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അമ്മ എന്നെ ആശ്വസിപ്പിച്ചു. പിന്നീട് 10 ലക്ഷം രൂപയല്ല, അയാൾ 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റും 5 ലക്ഷം രൂപ അല്ലാതെ ഞങ്ങൾക്ക് കയ്യിൽ തരികയും ചെയ്തു. അയാൾക്ക് വേറെന്തോ വലിയ ഗുണമുള്ള ഒരു പൂജയാണതെന്ന് എനിക്ക് തോന്നി. എന്തായാലും
കിട്ടിയത് ഞങ്ങൾക്ക് ഓക്കെ ആയി. പക്ഷേ 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഫലം അനുഭവിക്കാൻ തുടങ്ങിയത്. ഛർദിലും മറ്റുമായി കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക് പോയി. അമ്മയ്ക്ക് മനസ്സിലായി പണി പറ്റിയെന്ന്. എന്തായാലും അത് സ്വാമിയോട് പറഞ്ഞ് അവിടെ രഹസ്യമായി ഒഴിവാക്കി. അതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് വേദനയും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി. എങ്കിലും അതിന് ഒരു കോമ്പൻസേഷനായി 3 ലക്ഷം രൂപ പുള്ളിക്കാരൻ തന്നു. എൻ്റെ ആരോഗ്യമൊക്കെ ഒരു 5-6 മാസത്തേക്ക് മോശമായിരുന്നു. പിന്നീട് എല്ലാം ശരിയായി. ഞാൻ അതീവ സുന്ദരിയായി മാറി. പിന്നെ ഞാൻ PG പഠിച്ചു. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കും കയറി. എൻ്റെ കല്യാണത്തെക്കുറിച്ച് എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. 24 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് കല്യാണം ആലോചിക്കാൻ തുടങ്ങി. ആ സമയം കഴിഞ്ഞിട്ടാണ് എൻ്റെ വിവാഹ മുഹൂർത്തം എന്നാണ് സ്വാമി പറഞ്ഞത്. അങ്ങനെ അമ്മയും സ്വാമിയും എല്ലാം കൂടെ നോക്കിയിട്ടാണ് എൻ്റെ കല്യാണം 25ാമത്തെ വയസ്സിൽ നടന്നത്. സൗന്ദര്യമുള്ളവനും ഉദ്യോഗസ്ഥനുമായിരുന്നു എൻ്റെ ഭർത്താവ്. ഒരു പ്രശ്നവുമില്ല. സ്ത്രീധനമൊക്കെ നന്നായി കൊടുത്തു. സ്വാമി എപ്പോഴേക്കും നല്ല നിലയിലായി. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം സമാധിയായി. പിന്നെ അമ്മ ആ സ്ഥാപനത്തിലെ വെറും ജോലിക്കാരിയായിട്ട് തുടരുകയും ചെയ്തു. അത് പ്രശ്നമില്ലായിരുന്നു. മറ്റുള്ളവർക്കൊന്നും ആ ബന്ധം അറിയിക്കില്ലല്ലോ. അമ്മയ്ക്ക് ഇപ്പോഴും അവിടെ ജോലിയുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവും ഞാനും കൂടി എറണാകുളത്തേക്ക് താമസം മാറ്റി. അവിടെ ഫ്ലാറ്റിലായി ഞങ്ങളുടെ താമസം. നാടൻ രീതിയിൽ സെറ്റപ്പിൽ വളർന്ന ഞാൻ പെട്ടെന്ന് മോഡേണായി. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അമ്മയും വന്ന അവധി ദിവസങ്ങളിൽ താമസിക്കും. പക്ഷേ ഒരു കുഞ്ഞിക്കാരെ കാണാൻ ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് നടന്നില്ല മാഡം. എനിക്ക് ആദ്യമുണ്ടായ പ്രശ്നങ്ങളുടെ ഫലമാണോന്നറിയില്ല. എനിക്കാണ് എല്ലാ കുഴപ്പങ്ങളും. എത്ര ശ്രമിച്ചാലും മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ദാമ്പത്യം തട്ടിമുട്ടി മുന്നോട്ട് പോകുകയായിരുന്നു. ഭർത്താവ് ഒരിക്കൽ നമുക്ക് ഈ ബന്ധം വേണ്ട, പിരിയാം എന്നൊക്കെ വരെ പറയുന്ന അവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വെള്ളത്തിൽ നീന്തി തുടിക്കുകയായിരുന്നു ഞാൻ. ആ സമയത്ത് അമ്മ എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചു. സാരമില്ല, എല്ലാം നേരെയാകും, ചികിത്സ തുടരാമെന്ന്. അപ്പോഴാണ് മാഡം അമ്മയ്ക്ക് പറ്റിയതുപോലെ എനിക്ക് പറ്റിയത്. ഹാർട്ട് അറ്റാക്കിൻ്റെ രൂപത്തിലാണ് ഭർത്താവ് മരിച്ചുപോയത്. പക്ഷേ ഞങ്ങൾ തമ്മിൽ പിരിയാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്തായിരുന്നു. എങ്കിലും കാര്യങ്ങൾ ഏകദേശം ഒരു കണക്കിന് ഗുണമായി എനിക്ക് ഭവിച്ചു. എനിക്ക് ഭർത്താവിൻ്റെ ഫ്ലാറ്റ് മാത്രം കിട്ടി, മറ്റു കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ ആ ഫ്ലാറ്റിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങി. അമ്മ എല്ലാ അവധി ദിവസങ്ങളിലൊക്കെ വരും, അല്ലെങ്കിൽ ചില സമയത്ത് വന്ന് എൻ്റെ കൂടെ നിൽക്കും. ഞാനും ഇവിടെ ജോലിക്ക് ശ്രമിച്ചു. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കിട്ടുകയും ചെയ്തു. അമ്മ എന്നോട് സോറിയൊക്കെ പറഞ്ഞു. ഇങ്ങനൊന്നും വരുമെന്ന് വിചാരിച്ചില്ല, നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, നമുക്ക് മുന്നോട്ട് ജീവിക്കാം. നീ 2ാമത് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ മോളെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തിനാണ് 2ാമതൊരു കല്യാണം, കുട്ടി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആദ്യം സംഭവിച്ച ആ കേട് എനിക്കിപ്പോഴുമുണ്ട്. ഇനിയും ഒരാളുടെ കയ്യിൽ നിന്ന് വഴക്കും വക്കാണോ ഒക്കെ ഉണ്ടാക്കി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു എങ്ങനെയെങ്കിലും ജീവിക്കരുത്, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആളുകൾ കാണണം മോളെ, ഇല്ലെങ്കിൽ ജീവിതം വല്ലാതെ വിരസമാകും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, സ്വാമി ഇപ്പോൾ പോയിട്ട് കുറേ നാളായി. അങ്ങനെ മാത്രം വിശ്വസിച്ചാണ് ഞാൻ ജീവിച്ചത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒത്തിരി കാലമായി ഒഴിവുകാലമാണ്. ഇനിയിപ്പം ആശ്രമത്തിൻ്റെ അടുത്ത് ഒന്നും നടക്കില്ല. കാര്യം നമ്മൾ അവിടുത്തെ അന്തേവാസികളെ പോലെയാണല്ലോ. ഇവിടെ വരുമ്പോൾ മാത്രമേ മോളെ എനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. എവിടെ ചിന്തിക്കുന്നുവോ അവിടെ നല്ല ആണുങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കണം എന്നമ്മ പറഞ്ഞു. ഞാൻ അർത്ഥഗർഭമായ അമ്മയെ നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു, എടി ഇവിടെ ആകുമ്പോൾ നല്ല ചുള്ളൻ ചെക്കന്മാരെ കിട്ടും. നിനക്കൊരു പക്ഷേ ഇതിനൊന്നും താല്പര്യമില്ലായിരിക്കാം. ഭർത്താവ് മരിച്ചതിൻ്റെ ദുഃഖവും കാണും. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ വലിയ ദുഃഖമൊന്നുമില്ല, അങ്ങനെ എന്നെ പിരിയാൻ വേണ്ടി കാത്തിരിക്കില്ലായിരുന്നു. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് വളരെ അത്യാവശ്യമാണ്. ആശ്രമത്തിൻ്റെ സൈഡിൽ ഒന്നും പറ്റില്ല. ആഗ്രഹങ്ങൾ തീർക്കാൻ ഞാനിവിടെ വരുമ്പോൾ നിനക്ക് ഇഷ്ടം പോലെ പേജുകളോ ഗ്രൂപ്പുകളോ ഒക്കെ ഉള്ളതല്ലേ. ആൻറ്റിമാരെ ഇഷ്ടപ്പെടുന്ന ചെക്കന്മാർ കാണില്ലേ, 25 വയസ്സിന് താഴെയുള്ളത്. അതെന്താ അമ്മ കിളവനെ വിട്ടിട്ടിപ്പം 25 വയസ്സിന് താഴെയുള്ള പിള്ളേരെ പിടിച്ചത്? അതൊക്കെ മോളെ ഒരു വെറൈറ്റി. ഇനി ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് സ്വതന്ത്രമായി ജീവിക്കണം. നിനക്കും എനിക്കും എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. നിനക്കിഷ്ടമുള്ള പോലെ ജീവിച്ചോളൂ. എനിക്ക് വേണ്ടി നീ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ ഒന്നും സംഗതികൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല.
തെരുവിലിറങ്ങി നിന്ന് കണ്ണു കാണിക്കാൻ പറ്റുമോ മോളെ? അതുകൊണ്ട് മോള് തന്നെ അങ്ങ് ഹാൻഡിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാഡം ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രൊഫൈലിൽ ആൻറ്റി ലവേഴ്സ് ഉണ്ടോ എന്ന് അന്വേഷിച്ചത്. അപ്പോൾ കിട്ടിയ പ്രതികരണം എന്നെ അത്ഭുതപ്പെടുത്തി മാഡം. ഷൂ, ലക്ഷക്കണക്കിന് പേര് വരുന്ന പോലെ എനിക്ക് തോന്നി. എന്തായാലും നല്ല നല്ല ചെക്കന്മാരുടെ ഫോട്ടോ വന്നപ്പോൾ ഞാൻ അതൊക്കെ അമ്മയ്ക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. അമ്മ ചിലരെയൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും വീക്കെൻഡുകളിൽ ഞങ്ങൾ അങ്ങനെയുള്ളവരെ മീറ്റ് ചെയ്യാൻ പോയി. ഞാനാണെങ്കിൽ മറൈൻ ഡ്രൈവിലിരിക്കും. അമ്മയാണ് പോയി അവരെ കാണുന്നത്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമ്മ അവർക്ക് കൈ കൊടുക്കും. ചിലപ്പോൾ അവരുടെ കൂടെ അമ്മ കറങ്ങാൻ പോകും. ഞാൻ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകും. ഇല്ലെങ്കിൽ അമ്മ ചിലപ്പോൾ പറയും, മോളെ ഫ്ലാറ്റിലേക്ക് ഒരാൾ വരുന്നുണ്ടെന്ന്. ഞാൻ പറയും, അത് നടക്കുന്ന കാര്യമില്ല, ഫ്ലാറ്റിന് താഴെ പോയി കാണുക, എന്നിട്ട് എവിടെ വേണമെങ്കിലും പോകുമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇടയ്ക്ക് ഉടക്കമുണ്ടാക്കും. കാര്യം ഈ ഫ്ലാറ്റിലേക്ക് ഇങ്ങനെ എല്ലാ ആൾക്കാരും കയറി വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് പ്രശ്നമാകുമെന്ന് എനിക്കറിയാം. പയ്യെ തിന്നാൽ പനയും തിന്നാം, നമ്മൾ രഹസ്യമായിരിക്കണമെല്ലാം എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു. അമ്മ പക്ഷേ പറയുന്നത് നമ്മളുടെ വീട് ആര് വന്നാൽ എന്താണെന്ന്. അതൊന്നും നടക്കുന്ന കാര്യമല്ല അമ്മ എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകും. ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു, എടി ഞാൻ പറയാം, 1-2 പേര്, അതും ദീർഘകാലമായി സ്നേഹബന്ധത്തിന് പറ്റുന്ന ആൾക്കാരെ മാത്രം നമുക്കിവിടെ കൊണ്ടുവരാം, അപ്പോൾ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ 2 പേര് നമ്മുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോയിക്കോട്ടെ, അതിലൊന്നും പ്രശ്നമില്ല എന്ന് വെച്ച് പുതിയ ആൾക്കാരെ അമ്മയോടെ വിളിച്ചുകൊണ്ട് വരരുത്. അത് വേണമെങ്കിൽ അമ്മ മറൈൻ ഡ്രൈവിൽ പോയിരുന്നിട്ട് എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോണെന്ന് പറഞ്ഞു. അതമ്മ സ്വീകരിച്ചു. പിന്നീട് അമ്മയ്ക്ക് 2 പേരുമായി പ്രണയം. അത് 2 പേരും 24, 25 വയസ്സുള്ള ആളുകളാണ്. 2 പയ്യന്മാരും ആഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് വരും. 2 സമയത്താണ് വരുന്നത്. അമ്മ ശനിയാഴ്ച ഒരാളെ വിളിക്കും, ഞായറാഴ്ച ഒരാളെ വിളിക്കും. രാത്രിയിൽ തങ്ങി അവർ പോവുകയും ചെയ്യും. പതിയെ 2 പേർക്കും എന്നോട് ചില അടുപ്പങ്ങൾ തോന്നി തുടങ്ങി. അമ്മയ്ക്കതത്ര ഇഷ്ടമല്ലെങ്കിലും എന്നോട് ചോദിച്ചു. പക്ഷേ ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഒഴിഞ്ഞു മാറി. കാര്യം ഞാൻ ആ ഫീൽഡിലേക്ക് കാലെടുത്ത് വെക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ വേറെ ചില പ്ലാനുകൾ ഓടുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ പിന്നീട്, നല്ല പിള്ളേരാണ്, നിനക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, പണ്ടത്തെ പോലെ നീ ഒളിഞ്ഞു നോക്കാനൊന്നും ശ്രമിക്കല്ലേ മോളെ, ഒളിഞ്ഞു നോക്കിയാലോ ഒന്നും കാണാത്ത മുറിയല്ലേ എന്നൊക്കെ പറയും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മയ്ക്ക് പണ്ട് ഞാൻ ഒളിഞ്ഞു നോക്കുന്നതൊക്കെ അറിയാമായിരുന്നുവെന്ന്. അതൊക്കെ അമ്മ ആസ്വദിച്ചെന്നാണ് എന്നോട് അന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഓർത്തു, 2 നല്ല ചെക്കന്മാർ, അവർക്ക് 2 പേർക്കും എന്നോട് താല്പര്യമുണ്ടെങ്കിൽ പിന്നെ എന്താ. അങ്ങനെ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അമ്മയുടെ സമീപം മന്ത്രധ്വനികൾ ഉയർത്തിയ ശേഷം അവർ എൻ്റെ അടുത്ത് വരും. എനിക്കും ഒരു റിലാക്സേഷൻ. പക്ഷേ മാഡം, എനിക്ക് പണ്ട് തൊട്ടേ എൻ്റെ വിവാഹ ജീവിതത്തിലും അമ്മ പണ്ട് സാമിയുമായുള്ള ഒരു റിലേഷനില്ലേ, അതേപോലെയാണ്. എനിക്ക് ആരോടും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒന്നിനും തയ്യാറല്ല. എൻ്റെ ഭർത്താവ് വന്നപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ അമ്മയെപ്പോലെ തന്നെയായിരുന്നു. ഞാൻ റിലാക്സ് ആയിരിക്കും. അവർക്ക് വേണമെങ്കിൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജയോ മന്ത്രാദി കാര്യങ്ങളോ അവർ കഴിഞ്ഞിട്ട് തിരിച്ചു പോയിക്കോണം. അല്ലാതെ എനിക്കൊരിക്കലും പുരുഷനോട് അങ്ങോട്ട് കയറി എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇൻവോൾവ് ആകാനുള്ള താല്പര്യം തോന്നിയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് അതിനെക്കുറിച്ച് പറയുമായിരുന്നു. ഞാനത് പ്രതികരിക്കുകയില്ല. എനിക്കത് ഇഷ്ടവുമല്ലായിരുന്നു. ഈ 2 ചെക്കന്മാരാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ്. അവർ നല്ലവരാണ്, സുന്ദരന്മാരുമാണ്. പക്ഷേ എൻ്റെ ഒരു പ്രതികരണം മൂലമായിരിക്കാം അവർ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ എന്നിൽ നിന്ന് അകന്നു പോകും. എനിക്ക് അതുകൊണ്ട് ഭർത്താവിൽ നിന്ന് കിട്ടിയതുപോലെയുള്ള ഒന്നും ഇവരിൽ നിന്ന് കിട്ടുന്നില്ല. എന്നാൽ തിരിച്ച് ആക്റ്റീവ് ആകണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് നടക്കുന്നുമില്ല. ഇപ്പോൾ ഒരു ചെക്കനെ അമ്മ ഒഴിവാക്കി. 25 വയസ്സുള്ള ചെക്കനുമായിട്ട് അമ്മ ഇപ്പോൾ അഗാധ പ്രേമമാണ്. അമ്മ പറയുന്നത് അവനെ കല്യാണം കഴിക്കണം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇത്രയും പ്രായവ്യത്യാസമുള്ളതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല. ഞാനാകുമ്പോൾ അതിനാപ്റ്റാണ്. അമ്മയുടെ ആ പ്രണയിതാവിനെ ഞാൻ കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചിട്ട് അമ്മ അയാളുമായി ജീവിക്കും സ്വസ്ഥമായിട്ട്. പക്ഷേ ഭർത്താവായിട്ട് അവൻ അറിയപ്പെടുകയും ചെയ്യും. പ്ലീസ് മോളെ, അവനെ എന്നും കൂടെ നിർത്താൻ വേണ്ടിയിട്ട് നീ അവൻ്റെ ഭാര്യയാകുമെന്ന് പറഞ്ഞ് അമ്മ ഇപ്പോൾ പ്രേമമൂത്തന്നെ നിർബന്ധിക്കുകയാണ്. മാഡം, അയാളും ഞാനും തമ്മിൽ ഈ പറഞ്ഞതുപോലെ അത്ര വലിയ കോർഡിനേഷനൊന്നും ഇല്ല. അയാൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വലിയ സ്നേഹപ്രകടനങ്ങളൊന്നും ഇല്ലാതെ അയാളുടെ
കാര്യം നോക്കി 10-20 മിനിറ്റിനുള്ളിൽ പോകുന്ന ഒരാളാണ്. എനിക്കും അയാളുടെ മനസ്സിൽ ആരാധനയോ സ്നേഹമോ ഒന്നുമില്ല. എല്ലാ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നതുപോലെ മാത്രമേ ഉള്ളൂ. അമ്മ എന്നെ ഇൻവോൾവ് ആക്കി, അതുകൊണ്ട് ഞാനും മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ എൻ്റെ ഇഷ്ടത്തിനുള്ള ഒരാളെ ഞാൻ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അമ്മ അങ്ങ് നിർബന്ധിക്കുകയും സെൻറ്റിമെൻറ്റ്സ് എടുക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ ജീവിതം അമ്മ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പാർട്ണറെ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു സ്നേഹപ്രകടനമാണല്ലോ ബന്ധങ്ങൾ. നിങ്ങൾക്കപ്പോൾ ഇങ്ങോട്ട് മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാൾ സഹിക്കുമെന്ന് നമുക്കറിയുകയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത്, നിങ്ങൾ ചർച്ച ചെയ്ത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിച്ച് ജീവിതത്തിൽ രണ്ടാം ഭർത്താവായിട്ട് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 10 ദിവസം കഴിയുമ്പോഴേക്കും വഴക്കുണ്ടാക്കിയിട്ട് അവർ പോകും. പിന്നെ അമ്മയുടെ കാമുകനെ നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളുടെ ഭർത്താവാക്കിയിട്ട് അമ്മയ്ക്ക് അവിടെ സൗര്യവിഹാരം എല്ലാ കാലത്തും നടത്തി കൊടുക്കാനുള്ള യാതൊരു പദ്ധതികളിലും നിങ്ങൾ കൂട്ടു നിൽക്കരുത്. അതിന് കാര്യമില്ല. ഇപ്പം ആ ചെറുക്കന് ഇഷ്ടമാണ്, നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കണം നിർബന്ധമില്ല. എന്തിനാണ് ഈ ആവശ്യമില്ലാതെ നിയമപരമായിട്ടുള്ള രേഖകളൊക്കെ ഉണ്ടാക്കുന്നത്? അമ്മയ്ക്കും അയാൾക്കും കൂടെ ഏതെങ്കിലും ഫ്ലാറ്റ് എടുത്തിട്ട് അവിടെ അങ്ങ് തങ്ങ, അമ്മയും മോനും എന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ അമ്മയും കാമുകനും തമ്മിൽ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. കാര്യം ലോകമൊന്നും ഇടിഞ്ഞു വീഴില്ല. അവർക്ക് ജീവിതത്തിൽ വെല്ലുവിളിയോടുകൂടി ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അവരങ്ങ് ജീവിക്കുക. അതിന് പകരം ഇഷ്ടമില്ലാത്തൊരുത്തനെ നിങ്ങളിതിന് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണം. അയാളിതുപോലെ നിങ്ങളെ കഷ്ടപ്പെട്ട് ഭാര്യയായിട്ട് ഇഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുകൊണ്ട് വരും. അതിനെയൊന്നും ആവശ്യമില്ല. അവർക്ക് അവരുടെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. അപ്പോൾ ഒരു കാലത്ത് നിങ്ങളിങ്ങനെയുള്ള ബാഡ് ഐഡിയ, ഒരു രീതിയിലും കൊള്ളാത്ത ഐഡിയയ്ക്ക് കൂട്ടു നിൽക്കൽ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. അമ്മയും അവനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോവുക. പിന്നെ ടൈം പാസിന് വേണ്ടിയിട്ട് ഇതുപോലെ ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കരുത്. യഥാർത്ഥത്തിൽ ഇഷ്ടം തോന്നുന്ന ആൾക്കാരുമായിട്ട് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ചർച്ച ചെയ്ത് അത് സഹിക്കുന്ന ഒരാളെ വേണമെങ്കിൽ കല്യാണം കഴിക്കുക, കൂടെ കൂട്ടുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കാര്യങ്ങൾ സാധിച്ചെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കാം. അതല്ലാതെ ഇഷ്ടപ്പെട്ട ഒരാളെയാണോ അതോ 9 പേരെയാണോ നമുക്കറിയില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ കണ്ടുപിടിക്കാം. അതല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലായിട്ടും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നുള്ള രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് ക്ലാരിറ്റി കിട്ടില്ല. പിന്നെ സ്നേഹിക്കുന്ന ഒരാളോട്ട് അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. പാലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാത്രം പോകാനുള്ളതല്ല. അപ്പം അതുകൊണ്ട് ആ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ വേണ്ടി നിങ്ങൾ സ്വയം ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ ഇഷ്ടത്തോടു കൂടി അങ്ങോട്ടും പെരുമാറാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അതിന് പറ്റിയില്ലെങ്കിൽ അതൊരു ചെറിയ മിസ്റ്റേക്കാണ്. അന്ന് കൗൺസിലിങ്ങിനൊക്കെ പോയി നിങ്ങളുടെ മനസ്സൊന്ന് ക്ലിയർ ആക്കി എടുക്കുക. ചെറുപ്പത്തിലെ കണ്ട കാഴ്ചകൾ സ്വാധീനിച്ചതാകുക. എന്തായാലും നല്ലൊരു പാർട്ട്ണർഷിപ്പിന് ഈ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതല്ല. പക്ഷേ എന്ന് വെച്ചിട്ട് ഇതേപോലുള്ള ഉടായ്പ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ജീവിക്കുക. അമ്മയുടെ കാര്യം നോക്കട്ടെ. അമ്മയുടെ താളത്തിനൊത്ത് പ്രായമായ അവർക്ക് നിങ്ങൾ തുള്ളിക്കൊടുത്ത് അവസാനം നിങ്ങളുടെ ജീവിതം കുളമാക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.